ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജോണി ജോസ്, ക്യോക്കുഷിൻ കരാട്ടെ ഇൻസ്ട്രക്ടറായി വർക്ക് ചെയ്യുന്നു. ലോക്ക്ഡൗൺ ആയതിനാൽ നമ്മളെല്ലാം ഇപ്പോൾ വീട്ടിലാണല്ലോ. ഇപ്പോൾ നമുക്ക് വളരെ ലളിതമായി ചെയ്യാൻ പറ്റുന്നതായ കുറേ വ്യായാമങ്ങളാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ദയവായി നിങ്ങളിത് ശ്രദ്ധിക്കുക, തീർച്ചയായും ചെയ്യുക. രാവിലെ നമ്മൾ നടക്കാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു വാം ആൻഡ് സ്ട്രെച്ചിങ് എക്സസൈസ് ആയിട്ടും നമുക്കിതിനെ ഉപയോഗപ്പെടുത്താം. ആദ്യമായി നമ്മളുടെ ഈ തോളുകൾ തമ്മിൽ വരുന്ന ഇതേ അകലത്തിലായിരിക്കണം നമ്മൾ നിൽക്കുമ്പോഴുണ്ടാകുന്ന കാലുകളുടെ അകലവും. ഇവിടെ ചെയ്യുന്ന ഇതേ ഓർഡറിൽ വേണം വ്യായാമങ്ങളെല്ലാം ചെയ്യാൻ. നമുക്ക് കണ്ണുകളുടെ വ്യായാമം ചെയ്യാം. ആദ്യമായി കണ്ണുകൾ മുകളിലോട്ടും താഴോട്ടും ചലിപ്പിക്കുക. അടുത്ത് വലത്തോട്ടും ഇടത്തോട്ടും ചലിപ്പിക്കുക. മൂന്നാമത് വലത്തോട്ട് റൊട്ടേറ്റ് ചെയ്യുക. നാലാമത് ഇടത്തോട്ട് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഈ റൊട്ടേറ്റ് ആദ്യമായി ചെയ്യുന്നവർക്ക് കൺഫ്യൂസ് ഉണ്ടാവും. അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, വലത്തോട്ടാകുമ്പോൾ മുകളിൽ, വലത്തോട്ട്, താഴോട്ട്, ഇടത്തോട്ട്, മുകളിലോട്ട്, ഇങ്ങനെ നോക്കുമ്പോൾ വലത്തോട്ടുള്ള റൊട്ടേറ്റ്. ഇടത്തോട്ടാകുമ്പോൾ മുകളിൽ, ഇടത്തോട്ട്, താഴോട്ട്, മുകളിൽ. ഇപ്പോൾ ഇടത്തോട്ടുള്ള ഒരു റൊട്ടേറ്റ് നമുക്കിവിടെ ചെയ്യുന്ന ശ്രദ്ധിക്കാം. അപ്പ് down, up, down, up, down. ഇത് 10 പ്രാവശ്യം ചെയ്യാം. അടുത്ത് വലത്തോട്ടും ഇടത്തോട്ടും, റൈറ്റ് ലെഫ്റ്റ്, റൈറ്റ് ലെഫ്റ്റ്, റൈറ്റ് ലെഫ്റ്റ്. ഇത് 10 പ്രാവശ്യം ചെയ്യാം. പിന്നെ വലത്തോട്ടുള്ള റൊട്ടേറ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്. ഇത് ഇതേമാതിരി 2 പ്രാവശ്യം ചെയ്യാം. അടുത്ത ഇനി ഇടത്തോട്ടുള്ള റൊട്ടേറ്റ്, അപ്പ്, ലെഫ്റ്റ്, ഡൗൺ, റൈറ്റ്, അപ്പ്. അടുത്തതായി നെക്കിന്റെ വ്യായാമം ചെയ്യാം. ഇവിടെയും മുകളിലോട്ടും താഴോട്ടും, അടുത്ത വലത്തോട്ടും ഇടത്തോട്ടും. അടുത്ത റൊട്ടേറ്റ് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും. ശ്രദ്ധിക്കാം. അപ്പ്, ഡൗൺ. ഡൗൺ ചെയ്യുമ്പോൾ ഇത്രയും മതിയാവും, ഇതിൽ കൂടുതൽ ഡൗൺ ആകരുത്. അപ്പ്, ഡൗൺ, അപ്പ്, ഡൗൺ. ഇത് 10 പ്രാവശ്യം ചെയ്യാം. കഴുത്തിന്റെ എപ്പോഴും നമ്മൾ വളരെ പതുക്കെ വേണം ചെയ്യാൻ. അടുത്ത വലത്തോട്ട് ഇടത്തോട്ട്, റൈറ്റ് ലെഫ്റ്റ്, റൈറ്റ് ലെഫ്റ്റ്, റൈറ്റ് ലെഫ്റ്റ്. ഇതും 10 പ്രാവശ്യം ചെയ്യുക. അടുത്ത കഴുത്തിന്റെ വലത്തോട്ടുള്ള വേറൊരു രീതി കൂടെ ചെയ്യാം. റൈറ്റ് ലെഫ്റ്റ്, റൈറ്റ് ലെഫ്റ്റ്, റൈറ്റ് ലെഫ്റ്റ്. അടുത്ത റൊട്ടേറ്റ് വലത്തോട്ട്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അന. ഇപ്പൊ വലത്തോട്ടാണ്. ഇത് 2 പ്രാവശ്യം ചെയ്യുക. അടുത്ത ഇടത്തോട്ട്, അപ്പ്, ലെഫ്റ്റ്, ഡൗൺ, റൈറ്റ്, അപ്പ്, ലെഫ്റ്റ്, ഡൗൺ, റൈറ്റ് ആൻഡ് സ്ട്രൈറ്റ്. ഇപ്പൊ ഇടത്തോട്ട് പോയി. കഴുത്തിന്റെ എപ്പോഴും വളരെ പതുക്കെ വേണം ചെയ്യാൻ. അടുത്തതായി എൽബോ. ഈ മുട്ടുകൾ തമ്മിൽ ഇവിടത്തെ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ഈ ഡിസ്റ്റൻസ്, ഷോൾഡർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അടുത്ത ഈ മുട്ട് ഈ ഷോൾഡർ ലൈനിൽ നിൽക്കണം. എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യണം. സ്റ്റാർട്ട്. 1 2 3. ഇത് 5 പ്രാവശ്യം. ഇവിടെ 3 പ്രാവശ്യം ചെയ്യുന്നുള്ളൂ. ഇനി റിവേഴ്സ്. 1 2 3. ഇവിടെയും 5 പ്രാവശ്യം ചെയ്യാം. അപ്പം മൊത്തം 10 പ്രാവശ്യം. അടുത്ത ഹാൻഡ്സ് റൊട്ടേറ്റ്. Forward. 1 2 3. ഇത് ഇവിടെ 5 പ്രാവശ്യം ചെയ്യുക. ഇനി റിവേഴ്സ്. 1 2 3. അടുത്തതായി വലത് കൈ ഇങ്ങനെ നീട്ടി വയ്ക്കുക. ഇടത് കൈ ഷോൾഡറിൽ വയ്ക്കുക. എന്നിട്ട് വലത് സൈഡിൽ കൂടെ തിരിഞ്ഞ് വിരൽത്തുമ്പിലോട്ട് നോക്കുക. എന്നിട്ട് അതേമാതിരി
അടുത്ത സൈഡ്. ഇപ്പൊ കൈ മാറണം. ഇടത് സൈഡിൽ കൂടെ നോക്കുമ്പോൾ ഇടത് കൈയുടെ വിരൽത്തുമ്പ്. അന്നേരം ഈ കാലുകൾ തമ്മിലുള്ള പൊസിഷൻ മാറരുത്. കാലുകൾ കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ലൈൻ മാറരുത്. ഇങ്ങനെ തിരിയുന്ന സമയത്ത് ലൈൻ ബാക്കിലോട്ടോ ഫ്രണ്ടോട്ടോ മാറാൻ പാടില്ല. സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 10 പ്രാവശ്യം ചെയ്തു. അപ്പൊ 10 പ്രാവശ്യം ചെയ്യുമ്പോൾ ഇടത് കൈ ബാക്കിലാവും. എന്നിട്ട് നേരെ ഈ ഇടത് കൈ കൊണ്ട് സ്റ്റൊമക്ക് വെക്കുക. എന്നിട്ട് വലത് കൈ എടുത്ത് ബാക്കിൽ വെക്കുക. അത് തിരിച്ച് മാറി മാറി ചെയ്യേണ്ടി വരും. ഇപ്പൊ വലത് കൈയാ ബാക്കിലുള്ള. അപ്പം വലത് സൈഡിൽ കൂടെ ഇടത് കാലിന്റെ ഉപ്പറ്റിയിലോട്ട് ഹീലിലോട്ട് നോക്കുക. എന്നിട്ട് നേരെ തിരിയുമ്പോ കൈ മാറ്റണം. അപ്പോഴേ ഇടത് സൈഡിലോട്ട് തിരിയുമ്പോൾ ഇടത് കൈയാ ബാക്കിൽ വരും. എന്നിട്ട് വലത് കാലിന്റെ ഉപ്പറ്റിയിലോട്ട് പോകും. എന്നിട്ട് ഇത് 10 പ്രാവശ്യം ചെയ്യും. 1 2 3 4 5 6. ഇവിടെ 6 പ്രാവശ്യം ചെയ്തിട്ടുള്ള 10 പ്രാവശ്യം ചെയ്യാം. ആ നോർമൽ പൊസിഷൻ. എന്നിട്ട് വലതേ മേളോട്ട് പോകുക, ഇടതേ താഴോട്ട് നിൽക്കുക. അടുത്ത് ഇതൊരു 10 പ്രാവശ്യം. സ്റ്റാർട്ട്. 1 2 3 4. ഇതും 10 പ്രാവശ്യം ചെയ്യുക. അടുത്ത നോർമൽ പൊസിഷനിൽ നിൽക്കുക. ഇതുവരെ നമ്മളുടെ കാലിന്റെ പൊസിഷൻ മാറ്റിയിട്ടില്ല. ഇതേ പൊസിഷനിൽ തന്നെ ഇത്രയും നേരം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ വലത് കാലെടുത്ത് നമ്മൾ അതേ അകലത്തിൽ കൂടെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കും. അപ്പം നമ്മുടെ 2 ഷോൾഡറിന്റെ ഡിസ്റ്റൻസ്. വലത് കൈ ഇടത് കാലിന്റെ വിരലുകൾ ടച്ച് ചെയ്യും. എന്നിട്ട് ഇടത് കൈയിലോട്ട് നമ്മൾ നോക്കുന്നു. ഇടത് കൈ വിരൽത്തുമ്പിലോട്ട് നോക്കുന്നു. അടുത്ത് തിരിച്ച് ഓപ്പോസിറ്റ്. ഇടത് കൈ വലത് കാലിന്റെ വിരലിലും വലത് കൈയുടെ വിരൽത്തുമ്പിലോട്ട് നോക്കുക. എന്നിട്ട് ഇത് നമ്മൾ 10 പ്രാവശ്യം മാറി മാറി ചെയ്യും. 1 2 3 4. ഇത് 10 പ്രാവശ്യം ചെയ്യാം. എന്നിട്ട് നോർമൽ പൊസിഷനിൽ വരിക. എന്നിട്ട് ഹാൻഡ്സ് അപ്പ്. ഇത് ഹാൻഡ്സ് അപ്പ് ചെയ്തിട്ട് നമ്മള് 1 പറയുമ്പോൾ ബാക്ക്, 2 പറയുമ്പോൾ ഫ്രണ്ട്, 3 പറയുമ്പോൾ സൈഡ്. ഇത് ഒരു സെറ്റായി. ഇതുപോലെ 5 സെറ്റ് നമ്മൾ ചെയ്യേണ്ടി വരും. സ്റ്റാർട്ട്. 1 2 3 4. ഇതിപ്പോ ഒരു സെറ്റായി. ഇതേമാതിരി 5 സെറ്റ്. ഒരു സെറ്റ് കൂടെ ഒന്ന് ചെയ്യാം. 1 2 3 4. ഓക്കെ. പിന്നെ നമ്മള് കസേരയിലൊക്കെ ഇരിക്കുന്ന മാതിരി ചെറുതായിട്ടൊന്ന് താഴെ ഇരിക്കുന്നു. എന്നിട്ട് നമസ്തേ ചെയ്യുന്ന മാതിരി കൈ ഇവിടെ വെച്ചിട്ട് ഒരു 10 സെക്കൻഡ് ഇവിടെ നമ്മൾ ഈ പൊസിഷനിൽ നിൽക്കുന്നു. 10 സെക്കൻഡ് ചെയ്യാം. അടുത്ത് ചേഞ്ച് ചെയ്യുന്നു. ഹാൻഡ്സ് ചേഞ്ച് ചെയ്യുന്നു. ഈ പൊസിഷനിൽ കൊണ്ടുവന്ന് ഒരു 10 സെക്കൻഡ് ചെയ്യും. അടുത്ത് പൊസിഷൻ മാറി ഈ പൊസിഷനിൽ ഒരു 10 സെക്കൻഡ്. ശേഷം ഹിപ്പില് പിടിക്കും. അടുത്തതായി
നമ്മുടെ ഈ വലത് കാലെടുത്ത് 1 ഫീറ്റ് ബാക്കിൽ വയ്ക്കും. അപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് 1 ഫീറ്റ് ബാക്കിലോട്ട്. അപ്പൊ നമ്മള് ഇത് വലത്തോട്ട് ടേൺ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇങ്ങനെ നിന്നിട്ട് നേരെ ടേൺ ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ 1 ഫീറ്റ് ബാക്കിൽ വെച്ചിട്ട് ടേൺ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയി. അതിനുവേണ്ടി വെച്ചത് 1 ഫീറ്റ് ബാക്ക് എന്നിട്ട് ടേൺ ചെയ്യും. ടേൺ ചെയ്തിട്ട് ഈ പൊസിഷനിൽ 10 സെക്കൻഡ് ഇരിക്കുക. മുട്ട് അത്യാവശ്യം ബെൻഡ് ചെയ്യണം. അത്യാവശ്യം ലെഗിനൊക്കെ സ്ട്രെച്ചിങ് കിട്ടും. 10 സെക്കൻഡിന് ശേഷം ഹാൻഡ്സ് എടുത്ത് മുട്ടിൽ വയ്ക്കുന്നു. കുറച്ചുകൂടെ ഡൗൺ ചെയ്തിട്ട് 10 സെക്കൻഡ്. അതിനുശേഷം സ്ട്രെയിറ്റ് ചെയ്യുന്നു. അടുത്ത് നമ്മള് വലതുകാല് വലത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ഇരുന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് കൊണ്ടുവരുന്ന ടേൺ ചെയ്യുക. ടേൺ ചെയ്തിട്ട് കാല് അവിടെ തന്നെ കൊണ്ടുവരിക. ഇപ്പൊ വലതുകാല്. അടുത്ത് നമ്മള് വലത് സൈഡ് ഓപ്പൺ ചെയ്ത് ഇനി ഇടത് സൈഡ് കൂടെ ചെയ്യാൻ പോകും. ഇടത് കാലെടുത്ത് 1 ഫീറ്റ് ബാക്ക് എന്നിട്ട് ടേൺ ചെയ്യും. ഇങ്ങനെ 10 സെക്കൻഡ് ചെയ്യും. അടുത്ത ഹാൻഡ്സ് എടുത്ത് വെക്കുന്നു. ഇതേമാതിരി 10 സെക്കൻഡ് ഇരിക്കുന്നു. സ്ട്രെച്ച് ചെയ്യുന്നു. ടേൺ ചെയ്യുന്നു. നേരത്തെ ഇടത് കാലിൽ വിടുന്നു. അവിടെ തന്നെ ഇടത് കാല് വയ്ക്കും. അപ്പൊ നമ്മള് നേരത്തെ സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിലായി. എന്നിട്ട് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത അതേ സ്ഥലത്ത് കൊണ്ട് നോർമൽ പൊസിഷനിൽ കാല് വയ്ക്കും. അടുത്തതായിട്ട് ഹിപ്പിന്റെ റൊട്ടേറ്റ് ചെയ്യാം. വലത്തോട്ടും ഇടത്തോട്ടും. സ്റ്റാർട്ട് 1 2 3. ഇപ്പൊ വലത്തോട്ടുള്ള റൊട്ടേറ്റ് ആയി. ഇനി ഇടത്തോട്ട് അതേമാതിരി 1 2 3. റൊട്ടേറ്റ് എപ്പോഴും ഒരു 3 പ്രാവശ്യം ചെയ്താൽ മതി. ഫുള്ളി ചെയ്യേണ്ട റൊട്ടേറ്റ്. അത് പതുക്കെ ചെയ്യുക റൊട്ടേറ്റ്. ഇനി അടുത്ത് വലത്തോട്ടും ഇടത്തോട്ടും ജസ്റ്റ് സ്ട്രെച്ച് ചെയ്യും. റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഇതൊരു 4 ടൈംസ് ചെയ്യും. നെക്സ്റ്റ് മുട്ടിൽ പിടിക്കുക. എന്നിട്ട് നമ്മൾ താഴ്ത്തിരിക്കുക. ബോഡി സ്ട്രൈറ്റ് ചെയ്യണം. കുനിഞ്ഞ് കിടക്കല്. സ്ട്രൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പ് ഡൗൺ അപ്പ് ഡൗൺ. ഇതൊരു 10 പ്രാവശ്യം ആവർത്തിക്കുക. കാലുകൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. വലതുകാല് ഇടത് കാലില് എപ്പോഴും നമ്മൾ ഇടതുകാൽ എപ്പോഴും ഒരേ പൊസിഷനിൽ തന്നെ ആയിരിക്കും. വലതുകാലായിരിക്കും എപ്പോഴും മാറ്റേണ്ടത്, ചേർക്കേണ്ടത്. എന്നിട്ട് നീ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് നീ മൂവ് ചെയ്യുന്നു. 1 2 3 4 5. ഇതൊരു 10 പ്രാവശ്യം ചെയ്യാം. അതിനുശേഷം റൊട്ടേറ്റ് ചെയ്യും. 1 2 ചേഞ്ച് 1 2. ഈ റൊട്ടേറ്റ് ഒക്കെ എപ്പോഴും പതുക്കെ ചെയ്യാവും. കൂടുതൽ ചെയ്യാൻ പാടില്ല. എന്നിട്ട് കാല് നമ്മുടെ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവയ്ക്കുന്നു. വലത് കാല്. എന്നിട്ട് നമ്മള് ആംഗിളിന്റെ എക്സസൈസ് ചെയ്യാം. സ്റ്റാർട്ട്. ഇത് താഴോട്ട് വെള്ളോട്ട് ഇങ്ങനെ ഒരു 10 പ്രാവശ്യം. 1 2 3 4. ഇത് 10 പ്രാവശ്യം ചെയ്യാം. വലതുകാലത്ത് താഴെ വയ്ക്കാം. അടുത്ത ഇടതുകാലം. 1 2 3 4. ഇത് 10 പ്രാവശ്യം ചെയ്യുക. കാല് താഴെ വയ്ക്കുക. അടുത്ത വലതുകാലം. ഇത് വലതുകാലം ചെയ്തിട്ട് നമ്മൾ വിരലുകൾ താഴോട്ട് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യും. 1 2 3. ഇത് തള്ളവിരലോടൊന്ന് റൗണ്ട് ചെയ്യുമ്പോൾ ഒരു വട്ടം വരയ്ക്കുന്ന റൊട്ടേറ്റ്.
അടുത്ത തിരിച്ചു 1 2 3 കാല് താത്തിരിക്കുന്നു. അടുത്ത ഇടത് കാല് 1 2 3 ചേഞ്ച് 1 2 3 കണ്ടോ. അടുത്തതായി ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യാം. കാലുകൾ ചേർത്ത് വയ്ക്കുന്നു, കൈകൾ തമ്മിൽ കോർത്ത് പിടിക്കുന്നു, കൈ മുകളിലോട്ട് സ്ട്രൈറ്റ് ആയിട്ടിരിക്കണം. കൈ ഇവിടുത്തെ ഹീൽ ഉപ്പുറ്റി ഒന്ന് ചെറുതായിട്ട് പോകുന്നു. ടോയിലായിരിക്കണം നിൽക്കേണ്ടത്. ഈ പൊസിഷനിൽ 10 സെക്കൻഡ് നിൽക്കും. കാല് താത്ത് വയ്ക്കുക. കാൽ പിന്നെ പൊസിഷനിൽ കൊണ്ടുവരുന്നു. കൈ കൊണ്ട് തലയിൽ തിരിച്ചു വയ്ക്കുന്നു, എന്നിട്ട് അപ്പ് ചെയ്യുന്നു തിരിച്ചു. ഇതേമാതിരി ഒരു 10 പ്രാവശ്യം ചെയ്യാം. 1 2 3 4. ഓക്കെ. അടുത്ത് വലത്തോട്ടൊന്ന് സ്ട്രെച്ച് ചെയ്തു. ഈ പൊസിഷനിൽ 10 സെക്കൻഡ് നിൽക്കുക. അടുത്ത് ഇതേമാതിരി ഇടത്തോട്ട് ഈ പൊസിഷനിൽ ഒരു 10 സെക്കൻഡ് നിൽക്കുക. സ്ട്രെച്ച് ചെയ്തു, കാലുകൾ ചേർത്ത് വയ്ക്കുക. ഇങ്ങനെ താഴോട്ട് കുനിയുന്നു. ഇതേമാതിരി 10 സെക്കൻഡ് നിൽക്കുക. അടുത്ത വലത് സൈഡ് ഇതും 10 സെക്കൻഡ് നിൽക്കുക. അടുത്ത ഇടത് സൈഡ് ഇതും 10 സെക്കൻഡ് നിൽക്കുക. സ്ട്രൈറ്റ് ചെയ്യും. എന്നിട്ട് കാല് പൊസിഷനിൽ വയ്ക്കുന്നു. അടുത്ത റൈറ്റ് ഹാൻഡ് കൊണ്ട് ബാക്കിൽ ഷോൾഡർ പിടിക്കുന്നു. അകത്തോട്ട് നന്നായിട്ട് അകത്തോട്ട് വലിക്കുന്നു. ഇടത് കൈ കൊണ്ട് അകത്തോട്ട് വലിക്കും. ഇവിടെ സ്ട്രെച്ച് ആവും. വലത് കൈയായി. ഇത് 10 സെക്കൻഡ്. അടുത്ത ഇടത് കൈ ഇതേമാതിരി കൊണ്ട് വെച്ചിട്ട് വലത് കൈ കൊണ്ട് അകത്തോട്ട് പിടിച്ച് വലിക്കുന്നു. ഇതൊരു 10 സെക്കൻഡ്. റിലാക്സ് ചെയ്യാം. അടുത്ത് വലത് കാല് ബാക്കിൽ ഇതേമാതിരി അകത്തോട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുന്നു. ഇത് 10 സെക്കൻഡ്. അടുത്ത ഇടത് കാല് അതേമാതിരി 10 സെക്കൻഡ് ഡൗൺ. ഇത് വലത് കാല് ഒരടി മുന്നോട്ട് വയ്ക്കുന്നു. വെച്ചിട്ട് ഇടത് കാല് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുന്നു. ഇത് വലത് കാലിന്റെ ഹീല് ടോ മേളിലോട്ട് പൊക്കിയിട്ട് ഹീലും കാലോട് ബാക്കിലോട്ടൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പൊ ഇവിടുത്തെ മസിൽ നമുക്ക് സ്ട്രെച്ച് ആയിരിക്കും. ഇതും 10 സെക്കൻഡ്. തിരിച്ച് അതേ സ്ഥലത്ത് കൊണ്ട് വയ്ക്കുന്നു. അതേമാതിരി ഇടത് കാല് ഒരടി മുന്നോട്ട് വയ്ക്കുന്നു. വലത് കാല് ചെറുതായിട്ടൊന്ന് ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യുന്നു. ഇത് ഇടത് കാല് സ്ട്രൈറ്റ് ചെയ്ത് വെച്ചിട്ട് ടോ മേളിലോട്ട് പൊക്കി കാല് മൊത്തത്തിലൊന്ന് ബാക്കിലോട്ട് വലിക്കുന്ന മാതിരി ഒന്ന് പ്രസ് ചെയ്യാം. ഇവിടുത്തെ മസിൽ നമുക്കൊന്ന് സ്ട്രെച്ച് ആയി. ഓക്കെ, റിലാക്സ്. ഇതിവിടെ പൂർത്തിയാകുന്നു. അടുത്തൊരു വർക്കൗട്ടുമായിട്ട് വീണ്ടും കാണാം. വെറും 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായ ഈ വ്യായാമങ്ങളല്ല നമ്മളുടെ ശരീരത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്നവയാണ്. മാത്രമല്ല ചെറിയ ചെറിയ വർക്കൗട്ടുകൾക്ക് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു വാമപ്പ് ആൻഡ് സ്ട്രെച്ചിങ് എക്സസൈസ് കൂടിയാണിത്. ദയവായി നിങ്ങളിത് പ്രയോജനപ്പെടുത്തുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.